السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد أفضل المرسلين، وعلى آله وأصحابه أجمعين، والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, ദുആഇനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള ദുആയെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുന്നത്. നിസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥനയ്ക്ക് പുറത്തുള്ളതിനേക്കാണ് പ്രാധാന്യമുണ്ട്. അത് അർത്ഥം അറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അതിലേറെ പ്രാധാന്യമുണ്ട്. പ്രധാനപ്പെട്ട ഒരു ദുആയാണ് ഖുനൂത്ത് എന്ന് പറയുന്നത്. അതിലുള്ള ദുആ അത് ഒമാൻ ഒഴികെയുള്ള പ്രവാസ ലോകത്ത് ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു. നാട്ടിലും ഒമാനിലും ഉള്ളവർ ഇന്ന് രാത്രിയാണ് വിത്റിലെ ഖുനൂത്ത് ആരംഭിക്കുന്നത്. സുബഹി നിസ്കാരത്തിൽ ഷാഫിഈ മദ്ഹബുകാരായ നമ്മൾക്ക് സുബഹി നിസ്കാരത്തിൽ ഖുനൂത്തുണ്ട്. അത് എല്ലാ കാലത്തുമുണ്ട്. വിത്ർ നിസ്കാരത്തിലെ ഖുനൂത്ത് അത് റമദാൻ മാസത്തിൽ അവസാനത്തെ പകുതിയിലാണ് ആരംഭിക്കുക. 15 കഴിഞ്ഞ് 16-ാമത്തെ രാത്രി റമദാൻ അവസാനിക്കുന്നത് വരെയാണ് ഷാഫിഈ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായ പ്രകാരം ഖുനൂത്ത് ആരംഭിക്കുന്നത്. വിത്റിലെ ഖുനൂത്ത് സുബഹിക്കായാലും വിത്റിനായാലും ഖുനൂത്തിൽ നമ്മൾ ചെയ്യുന്ന ദുആ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. അഥവാ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. ആദ്യമായി നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ എന്നെ നീ ഹിദായത്തിലാക്കണേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹിദായത്ത് നീ നിലനിർത്തണേ എന്നാണ്. നമ്മളിപ്പോൾ ഹിദായത്തിലാണ് ഉള്ളത്. നമ്മളൊക്കെ അള്ളാഹു തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ മുസ്ലിങ്ങളാക്കി എന്നുള്ളത്. നമ്മൾ പരമ്പരാഗതമായി മുസ്ലിമായവർ, നമ്മളെ മാതാപിതാക്കൾ മുസ്ലിമായി, അവരെ മക്കളായി നമ്മൾ ജനിച്ചു. അങ്ങനെ നമ്മൾ ഈ മതത്തിൻ്റെ ആളുകളായത് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഏത് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഏതെല്ലാം വിശ്വാസങ്ങളും ചിന്തകളും വെച്ച് പുലർത്തുന്ന ഒരു കൗമിൻ്റെ ഇടയിലാണ് നമ്മൾ വളരുന്നത്. പലതിനും ആരാധിക്കുന്നവരുണ്ട്, ഒന്നിനും ആരാധിക്കാത്തവരുണ്ട്, നിരീശ്വരവാദികളുണ്ട്. ഇങ്ങനെ പല ജനതയും താമസിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൻ്റെ അഹ്ലുകാരാക്കി എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ. അപ്പോൾ ആ അനുഗ്രഹം എന്നും നിലനിർത്തി തരണം എന്നാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. നീ ഒരുപാട് ആളുകളെ ഹിദായത്തിലാക്കിയിട്ടുണ്ട്. അവരെ കൂട്ടത്തിൽ എന്നെയും അല്ലെങ്കിൽ ഞങ്ങളെയും നീ ഹിദായത്തിൽ ആക്കണമേ. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. ഏറ്റവും വലിയ നിഅമത്ത് ആയ ഹിദായത്ത് അത് നിലനിൽക്കണം. ഹിദായത്ത് നഷ്ടപ്പെടാൻ പാടില്ല. അവസാനം ഈമാൻ കിട്ടി മരിക്കുന്നത് വരെ അത് നിലനിൽക്കണം എന്നാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത്. ഇത് അർത്ഥം അറിഞ്ഞിട്ട് നമ്മൾ
മനസ്സിൽ കൊണ്ടുവന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അത് വളരെ ഫലവത്തായിരിക്കും. എന്തെങ്കിലും ഇങ്ങനെ ചൊല്ലിപ്പറയുക, അല്ലെങ്കിൽ അതിങ്ങനെ ഇമാമ് ചെല്ലുമ്പോൾ നമ്മൾ ആമീൻ എന്ന് പറയുക, എന്താണ് ഈ പറഞ്ഞത് എന്നുള്ളത് ഒന്നും മനസ്സിലേക്ക് കൊണ്ടുവരാതാവുമ്പോൾ അതിന് അത്ര വലിയ ഫലമൊന്നും ഉണ്ടാവില്ല ആ ദുആക്ക്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇതിൻ്റെ അർത്ഥമെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. അല്ലാഹു മുഹ്ദിനി ഫീമൻ ഹദൈത്ത്, അള്ളാഹുവേ എന്നെ നീ ഹിദായത്തിലാക്കണേ, എൻ്റെ ഹിദായത്ത് നിലനിർത്തണേ, ഫീമൻ ഹദൈത്ത നീ ഹിദായത്ത് ചെയ്ത ആളുകളോടൊപ്പം എന്ന്. വആഫിനി ഫീമൻ ആഫൈത്ത്, പിന്നെ രണ്ടാമത് പറയണത് ആഫിയത്ത് തരാനാണ്. റബ്ബേ എനിക്ക് നീ ആഫിയത്ത് തരണേ അല്ലാ. നീ ആഫിയത്തിൽ പലർക്കും കൊടുത്തിട്ടുണ്ടല്ലോ, ആ കൂട്ടത്തിൽ എനിക്കും ആഫിയത്ത് തരണേ അല്ലാ. വലിയ നേമത്ത് ഹിദായത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വരുന്ന വലിയ നേമത്താണ് ആഫിയത്ത് എന്ന് പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യവും സുഖവും എല്ലാം. ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തെല്ലാം അസുഖങ്ങളെ കൊണ്ടാണ് ജനങ്ങൾ കഷ്ടപ്പെടുന്നത്. ഏതെല്ലാം രോഗങ്ങൾ, ക്യാൻസർ, അതുല്യമായ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ആളുകൾ വിഷമിക്കുന്നു. ഇത്രയും ആളുകൾ ആസ്പത്രിയിൽ ഇങ്ങനെ മലന്ന് കിടക്കുന്നൊരവസ്ഥ. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, നിസ്കരിക്കാൻ കഴിയുന്നില്ല, നോമ്പെടുക്കാൻ കഴിയുന്നില്ല, ഒന്നിനും സാധിക്കാത്ത രൂപത്തിൽ വളരെ അവശരായി കഴിയുന്ന ആളുകൾ എത്ര പേരുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹു തആല നമുക്ക് ആഫിയത്ത് നൽകിയത്. ആഫിയത്തിന് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുക, വആഫിനി ഫീമൻ ആഫൈത്ത്, നീ ആഫിയത്ത് നൽകിയവരോട് കൂടെ എനിക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ. വതവല്ലനി ഫീമൻ തവല്ലൈത്ത്, നീ കാര്യം ഏറ്റെടുത്ത ആളുകളുണ്ടല്ലോ, എൻ്റെ രക്ഷാധികാരം ഏറ്റെടുത്ത ആളുകൾ, അവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കാര്യമൊന്നും പരിഗണിക്കണേ. നീ അതിൽ ഞങ്ങളുടെ രക്ഷാധികാരം നീ ഏറ്റെടുക്കണേ, അല്ലെങ്കിൽ ഞങ്ങളെ നീ സഹായിക്കണേ, നീ സഹായിച്ചവരോട് കൂടെ എന്നൊക്കെ അർത്ഥം വരുന്ന തവല്ലനി ഫീമൻ തവല്ലൈത്ത്. പിന്നെ ചോദിക്കുന്നത് വബാരിക് ലീ ഫീമാ അഅതൈത്ത്, വബാരിക് ലീ ഫീമാ അഅതൈത്ത്, എനിക്ക് റബ്ബേ നീ തന്നതിൽ എനിക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. പലർക്കും അല്ലാഹു തആല കൊടുത്തതിൽ വ്യത്യാസം ഉണ്ടാവും, എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടില്ല. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതത്തിൽ അവരുടെ ജീവിതമാർഗങ്ങൾ നമ്മൾ ആണ് അവർക്ക് വീതിച്ച് നൽകിയത് എന്ന് അല്ലാഹ് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടുണ്ടാവില്ല, പലർക്കും പല രൂപത്തിലാണ്. സമ്പത്തായാലും സന്താനങ്ങളായാലും മറ്റു കാര്യങ്ങളൊക്കെ, എന്തൊക്കെ നീ എനിക്ക് തന്നിട്ടുണ്ടോ അതിലൊക്കെ ബറക്കത്ത് നൽകണം. ബറക്കത്ത് വലിയൊരു വിഷയമാണ്. കുറഞ്ഞ ശമ്പളമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറഞ്ഞ സമ്പത്തേ ഉള്ളൂ, എന്നാൽ അതിലും ബറക്കത്തുണ്ടായാൽ അതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഒരു വിഷമവും പ്രയാസവും ഇല്ലാതെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകും. അത് തന്നെ ബറക്കത്ത് പറഞ്ഞത്. നേരെ മറിച്ച് എത്രയോ സംഖ്യ കിട്ടുന്നുണ്ട്, ശമ്പളം വലിയ ശമ്പളം വാങ്ങുന്നുണ്ട്, എപ്പോൾ നോക്കിയാലും പ്രയാസങ്ങളും കഷ്ടപ്പാടും ടെൻഷനുകളും, അതിൽ ബറക്കത്തില്ലാത്തതാണ് അതിൻ്റെ കാരണം. അപ്പോൾ എന്ത് തന്നാലും റബ്ബേ നീ തന്ന സമ്പത്ത്, സന്താനം, ആയുസ് എന്തൊക്കെയുണ്ടോ അതിലൊക്കെ എനിക്ക് നീ ബറക്കത്ത് നൽകണേ എന്ന് റബ്ബിനോട് ചോദിക്കുക. ഇങ്ങനെ ഇതുവരെയാണ് ദുആന്റെ വചനങ്ങളുള്ളത്. 2 പാർട്ടാണ് ഖുനൂത്തിലെ വാചകങ്ങൾ. 2 പാർട്ടാണ്. ഒരു പാർട്ട് പ്രാർത്ഥന, രണ്ടാമത്തത് സ്തുതിവാക്യങ്ങളാണ്. അവിടെ രണ്ടിടത്തും 2 നിയമങ്ങളാണ്. പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ സ്തുതിവാക്യങ്ങൾ, പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളത് റബ്ബിനെ സ്തുതിക്കുന്ന വചനങ്ങളാണ്. ഇങ്ങനെ ഈ പ്രാർത്ഥനയുടെ വാക്ക് പറയുമ്പോൾ ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ ഇമാമ് ബഹുവചനമായിട്ട് കൊണ്ടുവരണം എന്നാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്ത് വആഫിനാ ഫീമൻ ആഫൈത്ത്, ഇങ്ങനെ. അപ്പോൾ കേൾക്കുന്ന മൗമൂം എന്ത് ചെയ്യണം? ഉറക്കെ ആമീൻ പറയണം.
അവരെ ഇമാമിൻ്റെ കൂടെ ഓതില്ല വേണ്ടത്. ഈ ദുആക്ക് ബാക്കിലുള്ള ഇമാമ് ആമീൻ പറയണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഫഇന്നക തഖ്ദി വലാ യുഖ്ദാ അലൈക്, ഫഇന്നക തഖ്ദി വലാ യുഖ്ദാ അലൈക്, റബ്ബേ നീ വിധിക്കുന്നവനാണ്, എൻ്റെ മേൽ വിധിക്കാൻ ആരുമില്ല. വഇന്നഹു ലാ യദില്ലു മൻ വാലൈത, നീ സഹായിച്ചവൻ നിസ്സാരനാവൂല. വലാ യഉസ്സു മൻ ആദൈത, നീ ശത്രുത വെച്ചവൻ യോഗ്യനാവുകയുമില്ല. തബാറക്ത റബ്ബന വതആലൈത, റബ്ബേ നീ ഖൈറും ബറക്കത്തും അധികരിച്ചവനായി പരിശുദ്ധനായി. ഫലക്കൽ ഹംദു അലാ മാ ഖദൈത്, നീ വിധിച്ചതിൻ്റെ പേരിൽ എന്ത് നീ വിധിച്ചിട്ടുണ്ടോ അതിൻ്റെ പേരിലൊക്കെ നിനക്കാണ് സർവസ്തുതിയും. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, എന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു എന്ന ഈ വാക്യങ്ങളാണ് സ്തുതിവാക്യങ്ങൾ. ഇവിടെ നമ്മൾ ഒന്ന് വിട്ടുപോയി. വാരിക്കലി ഫീമാ ആതൈത കഴിഞ്ഞിട്ട് പിന്നെ വഖിനീ ശർറ മാ ഖദൈത് എന്നും കൂടിയുണ്ട്. അതും ദുആവചനത്തിൽപ്പെട്ടതാണ്, പ്രാർത്ഥനയാണ്. വഖിനാ ശർറ മാ ഖദൈത് എന്ന ഇമാം പറയണം, മറ്റൊരാമ്യം പറയണം. അതുവരെയുണ്ട് പ്രാർത്ഥനയുടെ വാക്കുകൾ. അതിൻ്റെ അർത്ഥം എന്താ? വഖിനി, എനിക്ക് നീ കാക്കണേ, ശർറ മാ ഖദൈത, നീ വിധിച്ചതിൻ്റെ ഷർറ്. വിധിച്ചത് ഏതായാലും ഉണ്ടാവും, വിധിച്ചത് അതെങ്ങനെയാലും സംഭവിക്കും, അതിനാലുള്ള നാശം അത് എനിക്ക് നീ കാക്കണേ എന്ന് അത് ദ്വാരക്കുക. ഒക്കിന എന്ന് പറയുമ്പോൾ ഇമാമ് ഞങ്ങൾക്ക് നീ കാക്കണേ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ആമീൻ എന്ന് പറയാം. പിന്നെ അതിന് ശേഷമുള്ളത് സ്തുതിവാക്യങ്ങൾ പറയുമ്പോൾ ബാക്കിലുള്ള മഅ്മൂം എന്ത് ചെയ്യണം? ഇമാമിൻ്റെ കൂടെ അത് സിറായിട്ട് ചെല്ലണം. ഇമാം ഉറക്കെ ചെല്ലുമ്പോൾ ബാക്കിലുള്ള ഇമാമ് സിറായിട്ട്, രഹസ്യമായിട്ട് പതുക്കെ എന്ത് ചെയ്യണം? ഫഇന്നക തഖ്ദി വലാ യുഖ്ദാ അലൈക, ഇതിങ്ങനെ അതേപോലെ ചെല്ലുക. ആ ചെല്ലണമാതിരി ഈ വാക്ക് അങ്ങനെ ചെല്ലുക. ആമീൻ പറയാം. അപ്പോൾ ചില ആളുകളൊക്കെ ആമീൻ പറഞ്ഞ് കേൾക്കാറുണ്ട്. അവിടെ ഒരു ആമീനില്ല. അവിടെ അതേപോലെ ആ വാക്കുകൾ മഅ്മൂമും ചെല്ലലാണ്. ഇമാം ഉറക്കെ ചെല്ലുക, മഅ്മൂമ് പതുക്കെ ചെല്ലുക എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബത്തിനും സഹാബത്തിനും ഒക്കെ സലാത്തിയില്ല. അങ്ങനെ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് സലാത്തും സലാമും ഒക്കെ റസൂലുള്ളാഹിക്കും കുടുംബത്തിനും സഹാബത്തിനും ഒക്കെ ചെല്ലുക. അങ്ങനെയാണ് ഖുനൂത്ത് അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? സുജൂദിലേക്ക് പോവുക. ചിലവരാ കൈ പൊന്തിച്ച കൈ അച്ചേക്ക് അങ്ങനെ കൊണ്ടുപോയിട്ട് സുജൂദ് കൊണ്ടുവെക്കണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആവശ്യമൊന്നുമില്ല. അതവിടെ ദ്വാരക്കെന്ന് തന്നെ കൈ താത്തുക. പിന്നെ സാധാരണ എങ്ങനെയാണ് പോകേണ്ടത്? സുജൂദിലേക്ക് അങ്ങനെയാണ് പോകേണ്ടത്, അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഖുനൂത്തിന് അവിടെ കൈ എങ്ങനെ പിടിക്കണം? ഖുനൂത്തിന് കൈ ഉയർത്തി പിടിക്കണം. നെഞ്ചിൻ്റെ നേരെയായിട്ട് എന്ത് ചെയ്യണം? കൈ ഉയർത്തി പിടിക്കണം. ആ ഉയർത്തി പിടിക്കുമ്പോൾ ചേർത്തി പിടിക്കണോ, അതല്ല അകറ്റിയിട്ടാണോ പിടിക്കേണ്ടത്? രണ്ട് കൈ ഇങ്ങനെ വിട്ട് വിരിച്ചിട്ടാണോ, അകറ്റിയിട്ടാണോ പിടിക്കേണ്ടത്, അല്ല ചേർത്തിയിട്ടാണോ പിടിക്കേണ്ടത്? രണ്ടും ചെയ്യാം, ഇഷ്ടം പോലെ പ്രവർത്തിക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം. ചേർത്തി പിടിക്കണേ അങ്ങനെ പിടിക്കുക, പിന്നെ അകത്തി പിടിക്കുകയാണെങ്കിൽ അങ്ങനെയും പിടിക്കാം. ഏതായാലും അതിന് ശേഷം മുഖം തടവലോ മറ്റുള്ളൊന്നും സുന്നത്തില്ല. അത് കഴിഞ്ഞ് കൈയും താത്തി നേരെ എന്ത് ചെയ്യുക? സുജൂദിലേക്ക് പോവുക. ഇങ്ങനെയാണ് ഖുനൂത്തിൻ്റെത്. ഈ ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ സുബഹിക്ക് ഉള്ള ഖുനൂത്തായാലും വിത്തറിന് ശേഷമുള്ള ഖുനൂത്തായാലും വിത്തറിലുള്ള ഖുനൂത്തായാലും അതിലൊക്കെ പിന്നെ ആ ഖുനൂത്ത് ഓതുക എന്നുള്ളത് അബ്ആദ് സുന്നത്തിൽപ്പെട്ടതാണ്, മുഅക്കദായ സുന്നത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയാൽ സഹ്വിന് സുജൂദ് സുന്നത്തുണ്ട്. അത് ഒഴിവാക്കിയാൽ സഹ്വിന് സുജൂദ് സുന്നത്തുണ്ട്. ഒരാൾ മറന്നുപോയി അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കി എന്നൊക്കെ, എന്നാലും അവർക്ക് സഹ്വിൻ്റെ സുജൂദ് സുന്നത്തുണ്ട്. നിർബന്ധമില്ല. ഒരാൾ ഖുനൂത്ത് ഒഴിവാക്കി എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുന്നില്ല, നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. എന്നാലും ഖുനൂത്ത് നിർവഹിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അത് ഒഴിവാക്കിയാൽ സഹ്വിന് സുജൂദും സുന്നത്തുണ്ട്.
പിന്നെ കുനൂത്തിനെ സംബന്ധിച്ച് വിത്തറിൻ്റെ കുനൂത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ അത് സുബൈൻ്റെ കുനൂത്തിലുണ്ട്. മദ്ഹബിൻ്റെ അടിയിലൊക്കെ ഖിലാഫ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പലയിടത്തുമുണ്ട്. എന്നാലും നമ്മളെ മദ്ഹബിൽ വിലപ്പെട്ട അഭിപ്രായത്തിൽ കുനൂത്ത് ആരംഭിക്കുന്നത് വിത്തറിലെ കുനൂത്ത് ആരംഭിക്കുന്നത് ഒടുവിലെ പകുതിയിലാണ്. റമദാൻ്റെ ഒടുവിലെ പകുതിയിൽ ആണ് ആരംഭിക്കുന്നത്. നേരെ മറിച്ച് എല്ലാ കാലത്തും കുനൂത്തിന് എന്തുണ്ട്, ദുആയുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. നമ്മുടെ മതത്തിൽ തന്നെ അങ്ങനെ അഭിപ്രായമുണ്ട്, വിലപ്പെട്ടതല്ലെങ്കിലും മറ്റു മതബിലുമുണ്ട്. ആ നിലക്ക് ഫസ്റ്റ് തന്നെ റമദാൻ ആരംഭത്തിൽ തന്നെ വിത്തറിൽ കുനൂത്ത് ഓതുന്നവരുണ്ട്. ബലമായ അഭിപ്രായത്തിൽ ആദ്യത്തെ പകുതിയിൽ ആദ്യം മുതൽക്ക് തന്നെ ഓതൽ കറാഹത്താണ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം. ഏതായാലും ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സാലിഹായ അമലായി റബ്ബ് കബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളും നീ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് റമദാനുകൾ അനുഭവിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്, നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവരെയും ഞങ്ങളെയും മാരകമായ രോഗങ്ങൾ തൊട്ട് കാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. റബ്ബേ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ, എല്ലാ പ്രയാസങ്ങളും നീക്കണേ അല്ലാഹ്. ഗൾഫ് മേഖലയെല്ലാം പ്രതിസന്ധിയിലാണുള്ളത് റബ്ബേ, എല്ലാ പ്രതിസന്ധിയും നീക്കി റബ്ബേ നീ സമാധാനം പുനഃസ്ഥാപിക്കണേ അല്ലാഹ്. നീ സമാധാനം പുനഃസ്ഥാപിക്കണേ അല്ലാഹ്. എല്ലാവിധ ആഫത്ത് മുസീബകൾ തൊട്ടും പ്രവാസ ലോകത്തെയും മറ്റ് എല്ലാ രാജ്യങ്ങളെയും എല്ലാ നാട്ടുകാരെയും നീ കാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ഹബീബിൻ്റെ കൂടെ സ്വർഗ്ഗലോകത്തെത്തിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.